മുറിവിൻ്റെ സമയത്തുള്ള ഒരു പെട്ടെന്നുള്ള ഭീകരമായിട്ടുള്ള അറ്റാക്ക് എനിക്ക് തോന്നുന്നു 2 ദിവസം എനിക്ക് എടുത്തു. 99% ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡ് പീസ് കണ്ടിട്ടായിരിക്കും ഈ കമൻറ്റ് അടിക്കുന്നത്. അതിന് മുന്നേ എന്താണ് സംഭവിച്ചത്, അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്, എത്ര ദിവസത്തെ പണിയാണ് ഒന്നും അറിയാണ്ട് വെറുതെ ഇരുന്നിങ്ങനെ കൈയടിക്കുന്നു അല്ലെങ്കിൽ പോകുന്നു. ചിലപ്പോൾ എക്സൈറ്റഡ് ആവാറുണ്ട്, ഇത് ചെയ്താൽ ഉറപ്പായിട്ടും കുറെ ചീത്ത വരുന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് ഇരുന്ന് പറയും. ഡിവോഷണൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ദൈവികമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. ദൈവം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ദൈവം തന്നെയാണ് നിക്കറുണ്ടാക്കിയത്, സാരി ഉണ്ടാക്കിയത്. അപ്പം സാരി എടുത്താലേ ദൈവികമാവുള്ളൂ, നിക്കറിട്ടാൽ ദൈവിക ആവില്ലെന്ന് പറയുന്നത് അത് ആളുകളുടെ ചിന്താഗതിയിൽ മാത്രം വരുന്ന സാധനമാണ്. ബ്രാഹ്മണിസവും ഹിന്ദുസും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ചാത്തനെയും നീലിനെയും ഒക്കെ ആരാധിച്ചിരുന്ന കള്ളും ഉണക്കമീനും ഒക്കെ കഴിക്കാൻ കൊടുത്തിരുന്ന ആളുകളാണ് നമ്മൾ. അപ്പം അന്ന് അതായിരുന്നു ദൈവികം. പിന്നെ അപ്പം ആർക്കും അതിനെക്കുറിച്ചൊരു കുഴപ്പമില്ല. ഇപ്പം അമ്പലങ്ങളും ഇതും ദൈവം എന്നൊക്കെ പറഞ്ഞാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന, കുളിച്ച് ശുദ്ധമായിട്ട് വരുന്ന, ഇതൊന്നും പാടില്ലാത്ത ദൈവങ്ങളാണ് ഇപ്പം അമ്പലത്തിരിക്കുന്നത്. മാധവ വിഷ്ണു പുരുഷന്മാരെ ഇഷ്ടമില്ല ആ ഒരു രീതിയിലൊക്കെ വരുന്ന കമന്റ്സ് ഉണ്ട്. ജീവിതത്തിൽ ആകപ്പാടെ ഞാൻ സംസാരിക്കുന്ന 3-4 പേര് പുരുഷന്മാരാണ്. എനിക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഒരു കുറച്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത്. പുരുഷവിരോധമെന്ന് വേറെ ആരെ വിളിച്ചാലും എന്നെ വിളിക്കരുത്. ഒരു ജെൻഡറിൻ്റെ അഗേൻസ്റ്റ് അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നത്. അത് ഒരാൾക്ക് തട്ടുന്നുണ്ടെങ്കിൽ അത് അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കണിരുന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് അവരിരുന്ന് പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് കിടന്ന് ട്രിഗേർഡ് ആവുന്നുള്ളത്. ഇറ്റ്സ് ഹിസ് ഓർ ഹെർ പ്രോബ്ലം. ഈ ഷോർട്സ് മാത്രമേ ഉള്ളൂ, ആളുകളും കമന്റ്സ് ഇടുന്നുണ്ട്. എനിക്കല്ലേ കിട്ടാനുള്ള സുഖമുള്ള ആൾക്കറിയില്ലല്ലോ. ചില ആളുകളുടെ പ്രൊഫൈലിൽ കയറി നോക്കും, അത് ഭയങ്കര കോമഡി പ്രൊഫൈലായിരിക്കും. ഭയങ്കര വീര്യമായിട്ട് കമൻ്റ് ഒക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ മറ്റേ പിങ്ക് ഹാർട്ട് പറക്കുന്ന റീലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ആളുകളായിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമി വർത്തമാനമായിരിക്കും. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഗൗരി ലക്ഷ്മിയാണ്. വെൽക്കം. താങ്ക് യു. നമസ്കാരം. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ടാറ്റു ആണ് ആദ്യം തന്നെ ശ്രദ്ധിച്ചത്. അത് എന്താ ടീഷർട്ടായിട്ട് ഭയങ്കര സിങ്കായി പോകുന്ന പോലെ എഴുതി വിട്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ മീനിങ്? എന്താ? വരവീണ മൃദുപാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കർണാട്ടിക് കുട്ടികളെ മൂലം കർണാട്ടിക് പഠിച്ചു തുടങ്ങുമ്പം ആദ്യം പഠിക്കുന്ന ഗീതങ്ങളിൽ ഒന്നാണ്. അപ്പം ഞാൻ 3-4 വയസ്സിൽ പഠിച്ചൊരു ഗീതമാണ്. അപ്പം ത്രൂ ഔട്ട് മൈ ലൈഫ് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയും ഭയങ്കര കണക്ഷനും ഉള്ളൊരു പീസ് ആയതുകൊണ്ട് തന്നെ ആ പാടുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റു ഇരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ഓ ആവല്ലോ. നമ്മുടെ ഒരു ന്യൂ ഏജ് ഭക്തി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഇപ്പം സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ ആഴ്ച മുതൽ നമ്മൾ റിലീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഫസ്റ്റ് ട്രാക്കും വരവീണ അച്ഛൻ നമ്മൾ തുടങ്ങുന്നത്. വരവീണ മൃദുപാണി വനരുഹലോചനുരാണി സുരുചിരവംഭരവേണി സുരനുത കല്യാണി. ചെറുപ്പത്തിൽ തന്നെ അതൊരുപാട് മനസ്സിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണോ ഈ ഒരു ടാറ്റു ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്? എനിക്ക് തോന്നുന്നു ഒരു പ്രായം വരെ ഇറ്റ്സ് ജസ്റ്റ് എ ഗീതം. നമ്മൾ പഠിച്ചിരുന്ന ഒരു ഗീതം കേൾക്കാൻ നല്ല സുഖമുള്ളൊരു സാധനം. റീസെൻ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ടഫ് ടൈംസിൽ നമ്മളെ തിരിച്ച് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ എന്തോ രീതിയിലൊക്കെ ഓരോ ചില പാട്ടുകൾ കേൾക്കുമ്പോഴേക്കും തിരിച്ച് നമ്മൾ വരാമെന്ന് പറയില്ലേ, ഭയങ്കര മോശം അവസ്ഥയിൽ പാട്ടായിട്ട് തിരിച്ചു വരില്ലേ, അതുപോലത്തെ ഒരു പവർ ചില ഇത് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടാക്കിയ 100 കണക്കിന് വർഷം മുന്നേ ഉണ്ടാക്കിയ ഇതുപോലത്തെ ഒരുപാട് പീസുകളിൽ അങ്ങനത്തെ ഒരു സാധനം കൂടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വരവീണ എന്ന് പറയുന്നൊരു എന്നെ റെസ്ക്യൂ തിരിച്ചു കൊണ്ടിരുന്നൊരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഗൗരിയുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ സോങ് ആയിട്ട് ഭയങ്കര കണക്ഷനാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് എനിക്കത് വേറെ മെഡിസിൻസ് ഒന്നും വേണ്ട അല്ലേ, ഈ ഒരു സംഭവം മതി, പല സോങ്സിലൂടെ തന്നെ റീഗെയിൻ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? എനിക്കൊരു ഔട്ട്ലെറ്റ് തോന്നിയിട്ടുണ്ട്. ചില ഈ ഡിഫിക്കൽട്ട് ടൈംസിൽ കൂടെ പോകുമ്പോഴേക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടെ അതിനൊരു റിലീഫ് കണ്ടുപിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറേ പാട്ടുകൾ ഓൾറെഡി ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ 2 രീതിയിലും അത് വർക്ക് ആവാറുണ്ട്. മൂവി സോങ്സ് ഇതുപോലെ ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. മൂവി സോങ്ങിനേക്കാളും എ ആർ റഹ്മാൻ്റെ ഒരു സറിയ എന്നുണ്ടൊരു
കോക്ക് സ്റ്റുഡിയോ ഒരു സാധനമുണ്ട്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു ട്രാക്കാണ്. ആണ് അത് നമുക്ക് പാടാൻ എനിക്ക് ലിറിക്സ് അറിയില്ല. അറിയില്ല, ലിറിക്സ് അറിയില്ല. ഓക്കെ, അപ്പോൾ അത് എന്താണ്? അത് അതിൻ്റെ മെലഡി കേട്ടിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. എനിക്ക് പാട്ട് ലിറിക്സ് ഓർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഭയങ്കര പാടാണ് ലിറിക്സ് ഓർക്കാൻ. ഡെയിലി 100 പ്രാവശ്യം കേൾക്കുന്ന സാധനമാണെങ്കിലും എനിക്ക് ലിറിക്സ് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരാൾക്ക് അപ്പോൾ ചെറുപ്പത്തിൽ ഇതിലും ബുദ്ധിമുട്ടായിരുന്നിരിക്കുമോ ആ ഒരു ലിറിക്സ് പഠിക്കാൻ? വരി ഓർക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഡിഫിക്കൽട്ടി കണ്ടാലേ കുഴപ്പമുള്ളൂ. അപ്പോൾ എങ്ങനെ സ്റ്റേജിലൊക്കെ വരെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് സ്ഥിരമായിട്ട് പാടുന്ന സാധനമായിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ 4 വർഷം കറക്റ്റ് പാടിയ പാട്ടായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് ഞാൻ മറന്നു. അപ്പം വായി തോന്നിയത് പാടിയിട്ട് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ലിറിക്സ് ഭയങ്കര ഓളമായിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും അത്രയും ചെയ്യുന്ന ലിറിക്സ് തെറ്റിയിട്ടുള്ള ഏറ്റവും പുതിയ അനുഭവം ഏതാ? കഴിഞ്ഞ ഷോ എല്ലാ ഷോയിലും ഉണ്ടാവാറുണ്ട്. എനിക്കത് എല്ലാ ഷോയിലും ഒരേ പാട്ട് തെറ്റിപ്പോവും അങ്ങനല്ല. അത് നമ്മൾ എവിടെ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ കട്ടായി പോകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്തോട്ട് ഇൻവോൾവ് ആകുമ്പോഴേക്കും മൈൻഡ് ഔട്ടായി പോകുന്നതാണ്. അത് അങ്ങനെ അങ്ങ് പൊക്കോളൂ. നമ്മളത് അയ്യോന്ന് നിന്നാലേ പ്രശ്നമുള്ളൂ. അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പോകാന്നുള്ളൂ. ഈ ഇങ്ങനെ മറന്നു പോകുന്ന സമയത്ത് പോലും നെഗറ്റീവ് കമൻസ് വരാറുണ്ടല്ലോ. ഇത് പഠിക്കാതെ വന്നതാ, പ്രാക്ടീസ് ഇല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി ആളുകൾ പറയുന്നത്. ബട്ട് ഒരുപാട് പ്രാക്ടീസ് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല വിഷമിച്ചിരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബട്ട് വിഷമത്തിന് അപ്പാർട്ട് എന്താണ് ഒരു ഇമോഷൻ ഈ ഒരു സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്? അല്ല, ഇതിപ്പോൾ മറ്റേ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നതും സൈഡിലിരുന്ന് കളി കാണുന്ന തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അത്രയേ ഉള്ളൂ. അവർക്ക് അവിടെ ഇരുന്ന് ചുമ്മാ ജസ്റ്റ് പറഞ്ഞ പോലെ ഇവർ ഏറ്റവും 99% ആളുകൾ ഇൻസ്റ്റഗ്രാമിലൊരു 15 സെക്കൻഡ് 30 സെക്കൻഡ് പീസ് കണ്ടിട്ടായിരിക്കും ഈ കമൻ്റ് അടിക്കുന്നത്. അതിന് മുന്നേ എന്താണ് സംഭവിച്ചത്, അത് കഴിഞ്ഞെന്താണ് സംഭവിച്ചത്, എത്ര ദിവസത്തെ പണിയാണ് ഒന്നും അറിയാണ്ട് വെറുതെ ഇന്നിങ്ങനെ കൈയടിക്കുന്നു അല്ലെങ്കിൽ കൂവുന്നു. അത്ര ഇതിനെ കാണാറുള്ളൂ. അതിന് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷമിക്കില്ല ഇങ്ങനെ കമൻസ് കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു തവണ പോലും വിഷമിച്ചിട്ടില്ല എന്ന് എനിക്ക് ആകെപ്പാടെനിക്ക് തോന്നുന്നു. തട്ടിയിട്ടുള്ളത് മുറിവിൻ്റെ സമയത്തുള്ള ഒരു പെട്ടെന്നുള്ള ഭീകരമായിട്ടുള്ള അറ്റാക്ക് എനിക്ക് തോന്നുന്നു 2 ദിവസം എനിക്ക് എടുത്തു വന്ന്. അത് വിഷമത്തേക്കാൾ എനിക്ക് തോന്നുന്നൊരു എന്ത് സംഭവിക്കുന്നതെന്നുള്ളൊരു മനസ്സിലാവായ്മയാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കണ്ടില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക്. ഇപ്പം എന്തോ സംഭവിച്ചില്ല, ആരും ഒന്നും പറയാത്ത എന്താന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, നെഗറ്റീവ് കമൻസ് ഒന്നും വന്നില്ലെങ്കിൽ അതൊരു നോമായിട്ട് മാറി ഇപ്പോൾ. അതായത് ഒരാളെ നമുക്ക് ജനറലി സൊസൈറ്റിയുടെ ഒരു സൊസൈറ്റി എന്ന് ഞാൻ പറയില്ല, സോഷ്യൽ മീഡിയയുടെ ഒരു ടെൻഡൻസി ഞാൻ കണ്ടിട്ടുള്ളത്, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മാറിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷെ അവരായിട്ട് തന്നെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു തവണ അവർ തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദേ കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ് ഫോർ എവർ. അപ്പം അത്ര ഞാൻ അതിനെ കാണുന്നല്ലോ. ഇതിപ്പോൾ നമ്മൾ അഡൽട്ടായിട്ടുള്ള ഗൗരീൻ്റെ കാര്യങ്ങളാണ്. കുഞ്ഞു ഗൗരിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഈസിലി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നോ? എനിക്ക് അങ്ങനെ സിറ്റുവേഷൻസ് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു മോബ് അറ്റാക്കൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി, ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളായിരുന്നു. ജനറലി മനുഷ്യന്മാരുടെ ഇൻട്രാക്ഷൻ കുറവായിരുന്നു. ഇപ്പോഴും ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാണ്. പക്ഷെ അത് അങ്ങനെയാണ്. ആൻഡ് അത് ഞാനത് മോശം കാര്യമായിട്ട് കാണുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ഈ റീസെൻ്റ്ലി ആണെങ്കിലും ഈ ഇൻട്രോവേർട്സിനെ കുറിച്ചിട്ടൊക്കെ അവരൊരു കോമഡി കഥാപാത്രമാക്കി കാണിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് ട്രോൾസും മീംസും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അത് റൈറ്റായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, ആളുകളെ അങ്ങനെ അത്രയും നമ്മൾ ബോക്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് അങ്ങനെ പെട്ടിക്കകത്താക്കി വെക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ഞാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ആളുകളുടെ മുമ്പിൽ ഞാൻ വെറും ഭയങ്കര പൊളിയായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതേ സമയത്ത് പരിചയമില്ലാത്ത പുതിയൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൂക്ഷിച്ച് സംസാരിക്കുന്ന, ഇത് പറയണോ അത് ചെയ്യണോ അങ്ങനെ ആലോചിക്കുന്ന ആളായിരിക്കാം. പേഴ്സൺ ടു പേഴ്സൺ സിറ്റുവേഷൻ മാറുന്ന കാര്യമാണ്. ഈ ബോക്സിങ് ഇപ്പം ഇത്തിരി കൂടുതലാണല്ലോ. എല്ലാവരെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എല്ലാ രീതിയിലും, ഇപ്പം പൊളിറ്റിക്കലി ചായ്വുള്ളതാണെങ്കിലും ഫാൻസ് ആരെയാണ് ഫോളോ ചെയ്യുന്നത് അത് വെച്ചിട്ടാണെങ്കിലും ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എല്ലാ രീതിയിലും ആളുകളെ ഇപ്പം മറ്റേ ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ഗ്രിഡ് ഇട്ട് വെക്കുകയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നല്ലത് ഒന്ന് മോശം അങ്ങനെയൊന്നും ഇല്ല. പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. ചെറുപ്പത്തിൽ ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യന്മാരായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറവായിരുന്നു എന്നൊക്കെ. ബട്ട് സ്റ്റിൽ ഒരു കംഫോർട്ട്, ഒരു ഫ്രണ്ട്. അതുറപ്പായിട്ടും മനുഷ്യന് വേണമല്ലോ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഐ ഡോണ്ട് തിങ്ക് ഒരാൾക്ക് അങ്ങനെ ആരും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും ജീവിതത്തിൽ മനുഷ്യന്മാരാണ്. ഞാൻ പറയുന്നത് ഒരുപാട് പേരുമായിട്ട് കോൺസ്റ്റൻ്റ്ലി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കാനും ഒരുപാട് പേരുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കംഫർട്ടബിൾ ആവാനും എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ റിലേഷൻഷിപ്സ് തന്നെയാണ്. അതെ,
അത് എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് എല്ലായിടത്തും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ പറയുന്ന ആ ഒരു കംഫോർട്ട് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ട് ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ കാണുമല്ലോ, ഇവർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? അതായത് ലോങ് ടേം റിലേഷൻ ആയിരിക്കും അവരായിട്ട്? ഇപ്പം എനിക്ക് അങ്ങനെയുള്ളത് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ 2 വർഷം 3 വർഷം 4 വർഷം പഴക്കമൊക്കെ ഉള്ളൂ. റെഗുലർലി കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള ആളുകൾ. ദാറ്റ് മൈറ്റ് ചേഞ്ച്. ഞാൻ അടിച്ചു പിരിയുന്നല്ല പറയുന്നത്. നമ്മൾ ഓരോ മനുഷ്യന്മാരും മുന്നോട്ട് പോകുമ്പോൾ അവർ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ 2 വഴിക്ക് ചിലപ്പോൾ ഇവോൾവ് ആവും. ചിലപ്പം ഒരു പോയിന്റ് ചെയ്യുമ്പോഴേക്കും അയാളുടെ ജീവിതം കംപ്ലീറ്റ്ലി വേറെ ട്രിപ്പായിരിക്കും, നമ്മുടെ ജീവിതം കംപ്ലീറ്റ്ലി വേറെ ട്രിപ്പായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ മാറും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നൂല. ചിലപ്പോൾ അയാളുടെ കുട്ടീനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇപ്പോഴത്തെ ആൾക്ക് അയാൾ വാങ്ങി പുതിയ കാറിനെ കുറിച്ചായിരിക്കും പറയുന്നത്, രണ്ടും കൂടെ ക്ലാഷ് ആവും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ 2 വഴിക്ക് പോയെന്ന് വരാം. പക്ഷേ ഈ പറഞ്ഞ കോൺസ്റ്റൻ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള, നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ആളുകൾ ലോങ് ടേം എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഡിഫറൻസസ് ഉറപ്പായിട്ടും അങ്ങനത്തെ ലോങ് ടേം ഉണ്ട്. അതെ. എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്? അതായത് ലോ മെയിൻ്റെനൻസ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആളാണോ അതോ കുറേ എഫേർട്സ് എടുക്കുന്ന കൂട്ടത്തിൽ? എന്താണ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എഫേർട്ട് ഇപ്പം മേ ബി ചില ഫ്രണ്ട്സ് നമുക്കുണ്ടാവും, നമ്മൾ ഡെയിലി കോണ്ടാക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ്. വേറെ ചിലരുണ്ടാവും നമ്മൾ ചിലപ്പോൾ ഒരു വർഷത്തിന് 2 വർഷത്തിന് ശേഷം സംസാരിച്ചാലും ലാസ്റ്റ് കോൺവെർസേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പോലത്തെ ഒരു വൈബുള്ള ആളുകൾ. ലോ മെയിൻ്റെനൻസ് ആയിരിക്കും. ഡെയിലി ചിലപ്പോൾ കോൾ ചെയ്തുകൊണ്ടിരുന്ന് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 1 മന്ത് കണ്ടിന്യൂസ് ഇല്ലെങ്കിൽ ആ ഒരു ബന്ധം മേ ബി ഒന്ന് ഡൗൺ ആവുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാ ഒരു എഫേർട്ട് എടുക്കേണ്ട കൂട്ടത്തിൽ? എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ആളെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണല്ലോ. സോ അത് ദാറ്റ് സേസ് എ ലോട്ട്. നമ്മളെ കൂടെ ആൾ ഓർക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ആൾ നമ്മളെ ഓർക്കുന്നുണ്ട്, നമ്മളെന്താ ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ട്, നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ എന്നൊരാൾ ഓർക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അയാൾ എപ്പോഴും നമ്മളെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, എപ്പോഴും വിളിക്കുന്നുണ്ട്. സോ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ കാണുമ്പം നമ്മൾ വർത്തമാനം പറയുന്ന ആളുകൾ ഇല്ല എന്നല്ല, പക്ഷെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തോണ്ടി നോക്കുന്ന ആളുകളാണ് നമ്മളെപ്പോഴും ഓർക്കുന്നതും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അങ്ങനെയുള്ളവരോടത്താണ് കൂടുതൽ. ഞാനും അത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരാളെ കൂട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ടൊന്ന് തോണ്ടി ഇങ്ങനെ ഹലോ അല്ലേ, എന്തുണ്ട് വിശേഷം, എന്താ പരിപാടി, അതിൽ ആ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ജെന്യുവൻ ജസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്താണ് ഒരു ഷോയിങ് ലവ്? അത് ഏത് രീതിയിലാണ് യൂഷ്വലി? പേഴ്സൺ ടു പേഴ്സൺ മാറും. ഓരോ ആളുകളുമായിട്ടും ഉള്ള നമ്മുടെ ബന്ധം വേറെയാണല്ലോ. ചില ആളുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര കളിയാക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്നേഹം കാണിക്കുന്നത്. അയാളോടുള്ള ബന്ധം അങ്ങനെയായിരിക്കും. ഒന്നും പറഞ്ഞാൽ രണ്ടാമത്തേന് ചുമ്മാ താറ്റിക്കൊണ്ടിരിക്കും, വാ തുറന്നാൽ താറ്റിലായിരിക്കും. ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ, അങ്ങനത്തെ സിബ്ലിംഗ് പോലത്തെ ബന്ധമുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ഭയങ്കര മണിക്കൂറുകളോളം ഇങ്ങനെ അപ്പം ചിലപ്പം നമ്മളെ സംസാരിക്കാൻ വിടുന്ന ഒരാളായിരിക്കില്ല, അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അയാൾക്ക് കേൾക്കാൻ ഒരാളായിരിക്കും വേണ്ട, പക്ഷെ അയാൾ കേൾക്കാൻ വേണ്ടിയിട്ട് അയാൾ ചൂസ് ചെയ്ത് നമ്മളെയാണെന്നുള്ളതായിരിക്കും നമുക്ക് സന്തോഷമുള്ള കാര്യം. അയാൾ ഇങ്ങനെ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, ഫോണിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, എല്ലാ കാര്യവും നടത്തും. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാവും. അപ്പം ഓരോ പേഴ്സൺ ടു പേഴ്സൺ അവർക്ക് എന്താണോ ആവശ്യം, നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക, അതിനനുസരിച്ചാണ് ബന്ധങ്ങൾ മാറുക. അല്ലാണ്ട് ഫിക്സഡ് ആയിട്ട് ഇതാണ് ഇങ്ങനെയാണ് ഞാൻ സ്നേഹം കാണിക്കുന്നത്, അതെനിക്ക് വർക്കാവില്ല ഇല്ല. അതെ, ഓരോ കംഫർട്ട് സോണിലും ഓരോ ആളുകൾ മാറും. ആളുകൾക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക. അതെ, ഒരു ഗുഡ് ലിസണർ ആണല്ലേ? അതെ, സംസാരത്തിനേക്കാളും എനിക്ക് തോന്നുന്നു കേൾവിയാണ് കൂടുതൽ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയാണ്. അത് കേട്ടോണ്ടിരിക്കാൻ ഒരാളുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമല്ലേ? അത് കേൾക്കുന്ന ആൾക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് വളരാനും കേൾക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അകത്തെന്താ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണില്ല. പുറത്തേക്ക് സംസാരിക്കരുതെന്നല്ല പറയണേ, പക്ഷേ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബ്രെയിനകത്ത് ഫുൾ ടൈം നമ്മളാരാണ്, അപ്പുറത്തുള്ള ആളാണ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാനും നമ്മൾ ആസ് എ പേഴ്സൺ ബെറ്റർ ആവാനും ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പേഴ്സണൽ ലിസണിങ് ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ബെറ്റർ ആളാവാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ ഫാമിലിയിലോട്ട് വരുവാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഗൗരീൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണോ? വീട്ടിലിരിക്കുന്ന ആളാണ്. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ മാത്രം ആവണമെന്നില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളും എനിക്ക് ഫാമിലി തന്നെയാണ്. എൻ്റെ വീട്ടിലെ പട്ടിയും പൂച്ചയൊക്കെ എനിക്ക് ഫാമിലി തന്നെയാണ്. അതെ, അപ്പം ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. പുറത്ത് ഭയങ്കര എന്താ പറയുക, ശബ്ദവും ബഹളമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫിസിക്കലി എഫേർട്ട് ഇട്ട് സ്ഥലങ്ങളിൽ പോവുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏറ്റവും ഫെമിലിയർ സ്പേസിൽ ഇരിക്കാൻ തന്നെയാണ്. ആ ഒരു ഹോമാണ്
യെസ്. ഫാമിലി അല്ലേ? ഞാൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് സേഫ്റ്റി തരുന്ന, കംഫർട്ട് തരുന്ന അതാണ് എൻ്റെ ഫാമിലി. ദറ്റ് ക്യാൻ ബി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഒരു മുറിയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഭക്ഷണമായിരിക്കും, ഇതെല്ലാം ആ ഒരു കംഫർട്ട് തന്നെയാണ് ഞാൻ ഫാമിലി എന്ന് വിളിക്കുക. തരുന്ന എല്ലാത്തിനെയും ഞാൻ ഫാമിലി എന്ന് വിളിക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗൗരീൻ്റെ വീട്ടിൽ വന്നാൽ പോലും ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഒരു കുഞ്ഞൊരു ടീപ്പോ ഇരുന്നാൽ പോലും അതിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇതേപോലെ പർച്ചേസ് ചെയ്യുമ്പം നോക്കി ഇങ്ങനെ മറ്റേ യുണീക്കായിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ. യുണീക്കിനെക്കാളും ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പം പൊട്ടിക്കാണും, സാധനം പൊട്ടിപ്പോയാലും ഞാൻ കളയില്ല. അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവം എന്താ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ ചെറിയ ആർട്ടിഫാക്ട്സ്, ചട്ടികൾ, ചെടിയൊക്കെ വാടിപ്പോയി കാണും, ചട്ടി അവിടെ തന്നെ ഉണ്ടാവും. ചെടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ ചില പാത്രങ്ങളായിരിക്കും, ചിലപ്പോൾ ഹാൻഡിലൊക്കെ പോകുണ്ടാവും, ഹാൻഡിൽ പോയി കാണും, സ്പൂൺ മറ്റേ ഇളയി കാണും, ഹാൻഡിൽ അര ഹാൻഡിലൊരു കലമുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എനിക്കിത് ഇഷ്ടമാണ്. ഇപ്പം കഷ്ടപ്പെട്ടാണെങ്കിൽ മറ്റേ ഹാൻഡിൽ തുണിയൊക്കെ പിടിച്ചിട്ട് ഉപയോഗിക്കും. ഫെമിലിയാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ അങ്ങനെ പോകാനാണ് ഇഷ്ടം. പുതിയൊരു സാധനം അറ്റാച്ച്മെന്റ് ആണ് അതിനോടങ്ങ്. അതൊരു അറ്റാച്ച്മെന്റും ശീലമാണ്, ശീലിച്ചിട്ടുള്ള സൗകര്യമാണ്. സൗകര്യം ഇതിപ്പം അതിനെ പിന്നെ കളയാൻ ബുദ്ധിമുട്ട്. ഫോൺ മാറാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് അവസാന ശ്വാസം വലിക്കുന്നവരെ ഞാൻ ഫോൺ മാറില്ല. എൻ്റെ അവസ്ഥ ഇനി ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥ വന്നാലും ഞാൻ ഫോണൊക്കെ മാറില്ല. എനിക്ക് എന്തൊരു സ്നേഹമാണ് അതിനോട്. അതെ, എനിക്ക് കളയണ്ട, കുറച്ചുകൂടെ പോട്ടെ പുഷ് മാക്സിമം. അത് കളഞ്ഞു കഴിഞ്ഞാൽ മേ ബി സാധനം പോയല്ലോ, കീറിയാലും പിന്നെ അതിനെ വെച്ചോണ്ടിരിക്കും. അതെ, കളയില്ല. യൂഷ്വലി ഇങ്ങനെ നമ്മൾ ഈ ഇട്ട ഡ്രസ്സ് തന്നെയൊക്കെ വീണ്ടും ഇടുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴും അമ്മമാരാ കൂടുതൽ പറയുന്നത്, നിനക്ക് എന്താ വേറെ ഇല്ലേ അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തന്നെ ഇട്ടോണ്ടിരിക്കും ഞാൻ. ഭയങ്കര അല്ല, അമ്മ ഇങ്ങനെ പറയാറുണ്ടോ? അത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് ചില സാധനങ്ങളോട് ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്ന കമന്റ്സ് ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഈ ഡ്രസ്സ് നിനക്ക് എന്താ ഈ ഡ്രസ്സ് ഇടാനുള്ളോ, ഇതൊന്നും അത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ റിപ്പീറ്റേഷൻ ഭയങ്കര, ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അമ്മ മാത്രമല്ല, എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് എൻ്റെ ഈ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണേ. ചിലപ്പോൾ ചെരുപ്പ് ഒരു സൈസ് കൂടുതലൊക്കെ ആയിരിക്കും, അതിൽ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. വലിയ ചെരുപ്പ് ഒരു പ്രാവശ്യം വലിയ ചെരുപ്പിട്ടു, അത് ഇഷ്ടപ്പെട്ട പിന്നെ ആ വലിയ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. ഷർട്ട് കറയുണ്ടെങ്കിലും ചുളുങ്ങിയാലും ചിലപ്പം വിട്ടൊക്കെ തുടങ്ങി കാണും, പിന്നെ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ഭയങ്കര സുഖമാണ്. ഭയങ്കര അത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള. പുതിയ സാധനങ്ങളോട് വലിയ ഇതില്ല. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. പുതിയത് കിട്ടിയാലും അതുമായിട്ട് അഡാപ്റ്റ് ആവാനും ഭയങ്കര പാടാണ്. അതുകൊണ്ട് പുതിയത് വാങ്ങുന്നതും കുറവാണ്. ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോർട്സ് ഉണ്ടല്ലേ, മിക്ക സ്റ്റേജ് ഷോസിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ചില സാധനങ്ങൾ ഭയങ്കര സുഖമായിരിക്കും, ആ ഷോർട്സിനെതിരെ കുറെ കമന്റ്സും കണ്ട്. ഈ ഷോർട്സ് മാത്രമേ ഉള്ളൂ, ആളുകളും കമന്റ്സ് ഇടുന്നുണ്ട്. എനിക്കല്ലേ കിട്ടാനുള്ള സുഖമുള്ള ആർക്കറിയില്ലല്ലോ. ആ ഷോർട്സ് ഇട്ടാൽ മാത്രം കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഈ കമന്റ്സ് ഇത് എപ്പോഴെങ്കിലും ചിരിച്ചു പോയിട്ടുണ്ടോ? ഏതെങ്കിലും കമന്റ്സ് വായിച്ചു? ഒരുപാട്. ഞാൻ ചില ആളുകളുടെ പ്രൊഫൈലിൽ കയറി നോക്കും, അത് ഭയങ്കര കോമഡി പ്രൊഫൈലായിരിക്കും. അത് ഭയങ്കര വീര്യമായിട്ട് കമൻ്റൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ മറ്റേ പിങ്ക് ഹാർട്ട് പറക്കുന്ന റീലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ആളുകളായിരിക്കും. പക്ഷെ അവർ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമിയായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഇവരുടെ പ്രൊഫൈൽസ് കാണാൻ ഭയങ്കര രസമായിരിക്കും. പ്രൊഫൈലിൽ പൂക്കിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും, മൊത്തം പൂക്കിയായിരിക്കും. പിങ്ക് കവിളിലൊക്കെ പിങ്ക് കൊടുത്തിട്ട് നല്ല വലിയ മീശ സാധനമൊക്കെ ഉണ്ടാവും, നല്ല പിങ്ക് കൊടുത്തിട്ട് മറ്റേ ബാക്കിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമി വർത്തമാനമായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അവിടെ പ്രൊഫൈൽസ് കാണാൻ വേണ്ടി. ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റയിലാണോ? ഫേസ്ബുക്കിൽ നോക്കാറില്ല. ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ട് പോകുന്ന പോസ്റ്റും കാര്യങ്ങളും എനിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഈ പറഞ്ഞ പോലെ ഓൺലൈനിലുള്ള കമന്റ്സ് അല്ലാണ്ട് സ്ട്രെയിറ്റ് ഫേസിൽ നോക്കിയിട്ട് ഇന്നേ വരെ ഒരു കമന്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ആർക്കും അതിനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെയില്ല. അല്ല, ഒരു നോർമൽ ഒരു ഡേ മ്യൂസിക് ഒക്കെ ആയിട്ട് യൂഷ്വലി പോകുന്നതല്ലാണ്ട് എങ്ങനെയായിരിക്കും ഒരു വീട്ടിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത്? എണീക്കും, കട്ടൻ കാപ്പി കുടിക്കും. കട്ടൻ കാപ്പി കൂടി ഒരു 1.5 മണിക്കൂർ പോകും. അതെന്താ? എങ്ങനെ ഇരിക്കും കാപ്പിയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ കുടിക്കുമോ? കാപ്പി കുറച്ചുണ്ട്, ചെറിയ കപ്പ് ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കുറേ ഉണ്ടാവും. പിന്നെ എന്ത് കഴിക്കണം എന്ന് ആലോചിക്കും. അതിലേക്ക് ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ വാങ്ങും. നല്ല കുക്ക് ചെയ്യോ? നല്ല കുക്കല്ല, റെഗുലർലി കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ അറിയില്ല. ഭയങ്കര വലിയ സാധനങ്ങളൊന്നും അല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കാറിയാം. പിന്നെ വീട്ടിൽ പട്ടി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുറേ ഒരു ടോപ്പിക്കിൻ്റെ പുറകെ ആണെങ്കിൽ ആ ടോപ്പിക്കിലുള്ള കുറേ ഇൻ്റർവ്യൂസോ പോഡ്കാസ്റ്റുകളൊക്കെ ഇരുന്ന് ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വർത്താനം പറഞ്ഞ് പോകും. അല്ലെങ്കിൽ പാട്ട് കേൾക്കലൊക്കെ ഭയങ്കര കുറവാട്ടോ ശരിക്കും. ആണോ? പാട്ട് കേൾക്കുന്നത് ഇരുന്നങ്ങനെ കേൾക്കലൊന്നുമില്ല. എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് പോയി തപ്പി നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ദിവസങ്ങളാണ്.
എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും ചിലപ്പോൾ. എന്തെങ്കിലും ഇപ്പോൾ വേറെ ഒരു വീഡിയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നോക്കാനുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആ പണി ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ മോസ്റ്റ്ലി ഭയങ്കര ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള പോക്കായിരിക്കും. ഏർലി മോർണിംഗ് പേഴ്സൺ ആണോ അതോ? ഏർലി മോർണിംഗ് ആണ്. എനിക്കൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം വന്ന് തുടങ്ങും. ആണ്. ഓക്കെ. ഒരുപാട് നൈറ്റ് ഇരിക്കാറില്ല? പറ്റില്ല, ഉറങ്ങിപ്പോയി ഞാൻ. അത്ര നേരത്തെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണോ? ആയിരിക്കാം. ചെറുപ്പം പോലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് താല്പര്യം, രാത്രിനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ സോങ്സിൻ്റെ പ്ലാനിങ് ഡിസ്കഷൻസ്, നമ്മുടെ സ്വന്തം കവേഴ്സും സോങ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അതൊക്കെ എപ്പോഴാണ് നടക്കുക? അങ്ങനെയൊന്നുമില്ല. അതോരോ സമയം ഇപ്പം പറഞ്ഞ ഈ ത്രൂ ഔട്ട് ദ ഡേ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഇത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്യും. അതിനങ്ങനെ യാതൊരു സ്ട്രക്ചറും ഒന്നുമില്ല. ഒരു പോണ പോക്കിന് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ച ഒന്നാണോ കട്ടിപ്പൊടിയുടെ കവർ? കട്ടിപ്പൊടിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ തന്നെ. അതിന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് കവർ ഇതാണെന്ന് തോന്നുന്നു. അല്ലെ, ഇതിന് മുമ്പ് അങ്ങനെ ഒന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സോങ്സ്, അതിൻ്റെ നിങ്ങൾ ചെയ്തേക്കുന്ന ആ ഒരു രീതി, വിഷ്വൽസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നു. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ആ ഒരു ടീം അത് ഭയങ്കര ജെല്ലായിട്ട്. അതെങ്ങനെയാണ് ടീം സംഭവിച്ചത്? എനിക്കൊന്നു ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഉള്ള ടീമിൽ നിന്ന് കൊഴിഞ്ഞു പോയി, പുതിയ ആൾ വന്ന് കൊഴിഞ്ഞു പോയി, പുതിയ ആൾ വന്ന്, അങ്ങനെ ഇപ്പം ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നതാണ് എല്ലാവരും. ഓഡിയോ സെക്ഷൻ ആണെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ആളുകളാണെങ്കിലും ഓഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ ഗ്രാജുവലി ഉണ്ടായതാണ്. അതങ്ങനെ വന്ന് ഫിൽട്ടർ ചെയ്ത് പോയി വന്ന് സംഭവിച്ചൊരു കാര്യമാണ്. അറ്റ് ലാസ്റ്റ് അതൊരു പെർഫെക്റ്റ് ടീം. ഇപ്പോൾ ഒരു നല്ലൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതെ. ഈ ഒരു കെട്ടിപ്പുഴയുടെ കവർ നമുക്കൊന്ന് കേട്ടാലോ? കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ കണ്ടുപിടിപ്പേൻ അന്ത ഇടത്തിൽ ഞണ്ടുപൊടിപ്പേൻ ആ അടിപൊളി. ഈ കവേഴ്സ് ചെയ്യുന്ന സമയത്ത് അതായത് ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷനൊക്കെ, അതിന് മുമ്പേ കഴിഞ്ഞ ജനറേഷനെല്ലാം അവരുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള സോങ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കവർ ചെയ്യുന്ന സമയത്ത് ടെൻഷൻസ് ഉണ്ടാവാറുണ്ടോ? ലൈക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കമൻസ് വരാറുണ്ടോ? അങ്ങനെയൊക്കെ അതറിയോ, ഇതിപ്പോൾ എൻ്റെ കൺട്രോളുള്ള കാര്യമല്ലല്ലോ ഇവർ കമൻറ്റ് അടിക്കോ ഇല്ലയോ എന്നുള്ളത്. ഞാനൊരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ചിലപ്പോൾ എക്സൈറ്റഡ് ആവാറുണ്ട്. ഇത് ചെയ്താലും ഉറപ്പായിട്ടും കുറെ ചീത്ത വരുന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് ഇരുന്ന് പറയും. അല്ലാണ്ട് അങ്ങനെ അത് ഒരു സീരിയസ് ആയിട്ട് ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നടക്കുമ്പോൾ ഉറപ്പായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇത് ഏത് ഡിറക്ഷനിലാണ് ഇവരുടെ ചീത്തവിളി പോകുന്നത്, ഏത് ഡിറക്ഷനിലാണ് ഇവർ, അങ്ങനെയൊക്കെ പോകാറുണ്ട്. അല്ലാണ്ട് ഒരു ഭയങ്കര വലിയ ജീവിത പ്രശ്നമായിട്ട് ഇതുവരെ അത്, അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ ഇറക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിലൊന്നും ഒരിക്കലും തട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ കരിയറിലോട്ടാണെങ്കിലും ഫസ്റ്റ് ഒരു സോങ് ഞാൻ നോക്കി ഇപ്പോൾ 13-ാമത്തെ വയസ്സിലാണ് ചെയ്തതെന്ന് കണ്ടു. അപ്പോൾ ഇത്രയും ചെറിയ ഏജിൽ എങ്ങനെ അതിലോട്ട് എത്താൻ പറ്റിയത്? ഞാൻ നേരത്തെ പറയലൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നൊരു മൊത്തത്തിൽ ഫ്ലോ ആണ്. ഭയങ്കര പ്ലാൻ ചെയ്ത് ഇങ്ങനെ ആവണം അങ്ങനെയൊന്നും ഒരു കാലത്തും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും വലുതാകുമ്പോൾ ആരാവണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു അംബീഷൻ ഒന്നുമില്ല. അത് ഒരു ക്ലാസ്സിൽ ഒന്നും പറയും, അടുത്ത ക്ലാസ്സിൽ വേറൊന്നും പറയും. ഇപ്പം ഇതാ ട്രെൻഡിങ് നീ പിന്നെ അത് പറയുന്നത് മറ്റേ 5-ാലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ ഡോക്ടർ. എനിക്ക് ഡോക്ടർ എഞ്ചിനീയർ ഒരു കാലത്തും എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഇവരൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നെങ്കിൽ ഇത് പറയാം. അങ്ങനെയായിരുന്നു എനിക്ക് ആ കാലത്ത്. ഇപ്പോഴും അടുത്ത 5 വർഷത്തിൽ എന്താവും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു വലിയ ഗോൾ, ചില ആൾ പറയും എനിക്ക് ഒരു ഓസ്കാറോ വാങ്ങണം, ഗ്രാമിയോ വാങ്ങണം, ഇന്ന ആളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യുന്ന ഡ്രീം പ്രോജക്റ്റ് എന്നൊക്കെ. എനിക്ക് അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. അത് വരുന്ന വഴിക്ക് ഇപ്പം എന്ത് തോന്നുന്നോ അത് ചെയ്യാം, അത്രേ ഉള്ളൂ. അന്നും അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഈ പറയുന്ന പോലെ എനിക്കൊരു പാട്ടുകാരി ആകണം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസർ ആകണം, അങ്ങനെ ഒരു അതാണ് എൻ്റെ കരിയറിന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഞാൻ ഷോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഞാൻ പാട്ടിലിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ല 2 മാസം കഴിയുമ്പോൾ വേറൊരു സമയം വരികയാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ബലം പിടിച്ചിട്ട് ഭയങ്കര ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ഒരു കാലത്തും പോയിട്ടില്ല. ചെയ്യണ പണി വൃത്തിക്ക് ചെയ്യാന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഇപ്പം ഒരു ഡോക്ടറാണോ, ഈ പറയുന്ന ടീച്ചർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി പണ്ടൊക്കെ സ്കൂളിൽ പിള്ളേർ
അത് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീൽ ആണല്ലോ അവർക്ക്. അപ്പോൾ എനിക്കൊരു അംബീഷനും ഇല്ല അങ്ങനെ അങ്ങനെ ഞാൻ പറയൂലല്ലോ. അതെ, എനിക്ക് ambition ഇല്ല എന്ന് അതാ പറഞ്ഞത്. എനിക്കൊരു അംബീഷനും ഇല്ലല്ലോ എന്ന് ഓർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇല്ല. അതൊരു നമ്മളുടെ പോക്കിങ്ങനെ പോവല്ലേ. ഇത് ആരും ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ആയേ പറ്റുള്ളൂ, ഇങ്ങനെ ഉണ്ടാവണം, അത് ആരും ഇതൊക്കെ തീരുമാനിക്കുന്നത്, നമ്മൾ തന്നെ അങ്ങ് ഒരു പോക്കങ്ങ് പോവാണല്ലോ. ഇപ്പം ഇത് കൊള്ളാം എന്നെങ്കിൽ പിന്നെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്നെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ അതാ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ മുറുക്ക നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മ്യൂസിക് എപ്പോഴും ഇഷ്ടമായിരുന്നു, അത്രയും സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടെല്ലാം ഉണ്ട്. അപ്പം എനിക്കിഷ്ടമുള്ള എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അടുത്ത വർഷം ഞാൻ ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കും, എനിക്കറിയില്ല. ഇപ്പം എനിക്കിതാണ് ഇഷ്ടം, അപ്പം ഞാനിത് ചെയ്യുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സോങ്ങിന്റെ പാട്ടായിട്ട് പിന്നീട് അത് വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. സോങ് മാത്രം ഒരു കാര്യവും എനിക്കങ്ങനെ അത് വേണ്ടായിരുന്നു എന്നൊരു സാധനം തോന്നിയിട്ടില്ല. പിന്നീട് അങ്ങനെ റിഗ്രറ്റ്സ് അടിക്കുന്ന കൂട്ടത്തിലല്ല. തെറ്റുകൾ സംഭവിച്ചാൽ നമുക്ക് തോന്നും അത് തെറ്റാണ്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഐ ഹാവ് ടു ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം. അതല്ലാണ്ട് അയ്യോ അത് ജീവിതത്തിൽ നടക്കാൻ പാടില്ലായിരുന്നു എന്നൊരു സംഭവം എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം ഒരു പാഠം കിട്ടൂല, അതുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളൂ. ഇപ്പോൾ ഒരു ബാഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായാലും അതിന് പിന്നീട് എന്തെങ്കിലും ഒരു നല്ലത് അതിന്റെ ബാക്കിലോട്ട് നടക്കും. അത് നമ്മൾ ഇവോൾവ് ആവുന്ന ഓരോ ബാഡായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസും നമ്മളെ വളർത്താനുള്ളൊരു ടൂളായിട്ട് മാത്രമേ പിന്നീട്, ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ആ സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്ന് ഇത്രയും കൂടെ ഞാൻ വളർന്നു, ഇത്രയും കൂടി ചിലപ്പോൾ ധൈര്യമായിരിക്കും കൂടിയിട്ടുണ്ടാവുക, ചിലപ്പം സ്വയം സ്നേഹമായിരിക്കും കൂടിയിട്ടുണ്ടാവുക, എന്തോ ഒരു സാധനം അവിടെ ബെറ്റർ ആയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നിന്ന്. സോ അതിൽ പിടിച്ചിട്ട് മുന്നോട്ട് പോവുക. അതെ, ഈ പറയുന്ന പോലെ ഇപ്പം എൻ്റെ പേര് പെണ്ണ് ആ സോങ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻസിനകത്ത് കൂടുതലും ഗൗരി പുരുഷന്മാരെ ഇഷ്ടമില്ല ആ ഒരു രീതിയിലൊക്കെ വരുന്ന കമൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ ആകപ്പാടെ ഞാൻ സംസാരിക്കുന്ന 3-4 പേര് പുരുഷന്മാരാണ്. എനിക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഒരു കുറച്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ പുരുഷന്മാരാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ളതും പുരുഷന്മാർ തന്നെയാണ്. ഒരിക്കലും പുരുഷ വിരോധിയല്ല. എനിക്ക് ഭയങ്കര നല്ല ആണുങ്ങളുള്ള ആളാ ജീവിതത്തിൽ, ഭയങ്കര കംഫർട്ട് തന്നിട്ടുള്ള. അതപ്പോൾ എനിക്കത് പുരുഷ വിരോധം വേറെ ആരെ വിളിച്ചാലും എന്നെ വിളിക്കരുത്. എനിക്ക് കുറച്ച് സമാധാനം തന്നിട്ടുള്ളത് അവരാണ്. അതെ, എനിക്ക് പുരുഷന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നല്ല, പുരുഷന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ ഉപദ്രവങ്ങളിൽ തന്നെ തിരിച്ചു പോകുന്ന പിന്നുള്ള വഴിയിൽ എൻ്റെ കൂടെ നിന്ന് അത് ഹീൽ ചെയ്തിട്ടുള്ളതും പുരുഷന്മാർ തന്നെയാണ്. അപ്പം എനിക്കത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എനിക്ക് അത്രയും നല്ല മെൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ ഒരിക്കലും പുരുഷന്മാർ മോശമാണെന്ന് ഞാൻ പറയില്ല. ഞാൻ അതിൽ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഒരു ജെൻഡറിൻ്റെ അഗേൻസ്റ്റ് അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. അത് ഒരാൾക്ക് തട്ടുന്നുണ്ടെങ്കിൽ അത് അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കണിരുന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് അവരിരുന്ന് പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് കിടന്ന് ട്രിഗേർഡ് ആവുന്നുള്ളത്, ഇറ്റ്സ് ഹിസ് ഓർ ഹെർ പ്രോബ്ലം. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനോ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന പോലെ തന്നെ കുറേ ഓപ്പോസിറ്റായിട്ടും ആളുകൾ പാരഡിയൊക്കെ ഇതിനകത്ത് ഇറക്കി, എൻ്റെ പേര് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു സോങ് വരുന്നുണ്ടായിരിക്കുമോ ഗൗരിയുടെ സൈഡിൽ നിന്ന്? എൻ്റെ സൈഡ് ഞാൻ എന്തിനാ ചെയ്യണേ? എനിക്ക് ആണുങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ആണുങ്ങൾക്ക് അറിയാമെങ്കിൽ അവർ പാട്ടിറങ്ങിക്കോട്ടെ. എനിക്കിപ്പം റൈറ്റ് നൗ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇറക്കുന്നില്ല. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയുന്നു, അവർക്കറിയാവുന്ന കാര്യം അവർ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ഒരു കമൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്സ് ഒക്കെ ആ ഒരു രീതിയിൽ പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ബുള്ളീസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പം ഈ കവലകളിലൊക്കെ നിന്നിട്ട് ഭയങ്കര മോശമായിട്ട് നമ്മൾ നടന്നു പോകുമ്പോഴേക്കും സംസാരിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരാൾ തന്നെ, പുള്ളിയുടെ വീട്ടിലെ ഒരു സംഭവം നാട്ടിൽ ഫുള്ള് പാട്ടായിട്ട് ഈ പുള്ളി എപ്പോൾ ചെറുതായിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുറത്തിറങ്ങിയാലും നാട്ടുകാർ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോ കോളേജിലോ എന്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നാളത്തേക്ക് അതിനുള്ള കമൻട്രി കേട്ടുകൊണ്ടിരിക്കണം, പോകുമ്പോഴും വരുമ്പോഴൊക്കെ. ഇപ്പോൾ അത് കുറച്ചുകൂടെ വലുതായിട്ട് ഈ പറഞ്ഞ പോലെ 100 കണക്കിന് ആളുകളും 1000 ആളുകളും അതിൽ 10,000 കണക്കിന് ആളുകളൊക്കെ ചുറ്റും കൂടി നിന്നിട്ട് ചീത്ത വിളിക്കുന്നൊരു പ്ലാറ്റ്ഫോം നമ്മുടെ
ജീവിതത്തിൽ ഇപ്പം ഉണ്ട്. അത്ര അതിനെ കാണേണ്ട കാര്യമുള്ളൂ. കാണുന്നുള്ളൂ. അവരവരുടെ കാര്യം അവരവിടുന്ന് പറട്ടെ, നമ്മൾ നമ്മുടെ കാര്യമായിട്ട് പോവാ. അത്രേ ഉള്ളൂ. സോങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഈ പറയുന്ന പോലെ കെ പോപ്പ് സോങ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു രീതിയാണ് ഡാൻസും ഇതും കൂടെ ഒരു കവറായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഒരു നാട്ടിലോട്ട് അത് ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഗൗരിയാണെന്ന്. അപ്പോൾ ആ ഒരു ഐഡിയ എവിടെ നിന്നായിരുന്നു? എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയത്. ഞാൻ പുറത്ത് ഒരുപാട് പാട്ടിൽ കാണുകയും ലൈക്ക് പുറത്തുള്ള ഒരുപാട് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഷോസൊക്കെ ഇരുന്ന് കാണുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള അവിടെ നിന്ന് തന്നെ എനിക്ക് പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയാലോ, കുറച്ച് ഡാൻസൊക്കെ കളിക്കാറാണ്, പിന്നെ അതും കൂടെ ചെയ്യാൻ നോക്കിയാലോ എന്നുള്ള തോട്ടിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്രീ കോവിഡാണ്, 2019 or 20 എന്തോ ആണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അത് കൂടുതൽ ഇലാബറേറ്റ് ആയി. ആദ്യം ഒരു 4 പാട്ട് ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മറ്റേ മെജോറിറ്റി ഓഫ് ദ സോങ്സ് ഡാൻസ് ഉള്ള രീതിയിലോട്ട് അത് കൊറിയോഗ്രാഫി ചെയ്ത് വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആ ഒരു സംഭവം അപ്പ് ചെയ്തപ്പോഴേക്ക് ഓഡിയൻസ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? റിയാക്ഷനിക്ക് ആദ്യം നമുക്ക് സംശയം ഉണ്ടായിരുന്നു, ശരിക്കും പാടുകയാണോ, ഡാൻസ് കളിച്ചുകൊണ്ട് എങ്ങനെ പാടാൻ പറ്റുക, ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു. ഡാൻസ് കളിച്ചുകൊണ്ട് എങ്ങനെ പാടാൻ പറ്റില്ല, ലിപ്പ് ചെയ്യുന്നതായിരിക്കും, ബാക്കിൽ പാട്ട് പ്ലസ് ആയിരിക്കും, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഡാൻസ് കളിച്ചുകൊണ്ട് പാടുമ്പോൾ നമുക്ക് അനങ്ങാണ്ട് നിന്ന് പാടുന്ന പോലെ പാടാൻ പറ്റില്ല, ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ബ്രീത്തിങ് ഇഷ്യൂ. അപ്പോൾ അതൊക്കെ എന്ത് നിങ്ങൾ ചെയ്യണത്, എന്ത് സംഭവം എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പക്ഷെ എനിക്കൊന്ന് നല്ല കാര്യമാണ്. അത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലൊരു സന്തോഷമുള്ളൂ. ഈ സിംഗിൾ ഷോട്ട് വീഡിയോസ് കണ്ടിരുന്നു, അത് ഒട്ടും ഈസി അല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഈ സിംഗിൾ ഷോട്ട് അതിന്റെ പിന്നിലുള്ള അതിന്റെ BTS എങ്ങനെയായിരുന്നു? എത്ര ദിവസത്തെ പ്രാക്ടീസസ്? ദിവസമൊന്നുമില്ല, ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അതെ, ഒരു ദിവസം കൊണ്ട് ഇത് ഇങ്ങനെ കറക്റ്റ്. അപ്പൊ എത്ര ടേക്കിലാണ് നിങ്ങളത് പോകുന്നത്? കുറേ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മറ്റേ മയിലിരകെ മറ്റേ വാടാ വാടാ പെയ്യായിക്കോട്ടെ ട്രാക്ക് നമ്മൾ ചെയ്തായിരുന്നു. അത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ബെഡ്റൂമിൽ തുടങ്ങിയിട്ട് ഹാള് വഴി സ്റ്റുഡിയോ എത്തും, അതാണ് ട്രാക്ക്. അപ്പോൾ അത് നമ്മളൊരു രാവിലെ മുതൽ തുടങ്ങും, ഇവിടുന്ന് എങ്ങനെ ഇവിടുന്ന് എങ്ങനെ ഇത് ബാക്കിൽ നിങ്ങൾ അത് ചെയ്ത് ചെയ്യുക. അപ്പോൾ ക്യാമറ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇവിടെ ആൾ കാണാൻ പാടില്ല, ഇളിപ്പുറത്തേക്ക് വരണം. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ മുതൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ കുറച്ച് പ്രാവശ്യം ചെയ്ത് വേർത്ത് ക്ഷീണിച്ച് പിന്നെ ചായ ഓടിച്ചിട്ട് ഫൈനൽ ടേക്ക് എടുക്കും. ഈ ടേക്സിലൂടെ തന്നെയാണല്ലേ നിങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്നത്? ടേക്സിൽ ഒഴിക്കും, ഇത് ഇവിടെ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടില്ല, ഇത് മാറ്റണം. അപ്പം അങ്ങനെ ആണ് ചെയ്യുക ഒരു ദിവസം. അതെ, ഞാൻ ഇങ്ങനെ കൂടുതൽ ആ ഒരു സിംഗിൾ ഷോട്ടിന് ഇത്ര കാര്യമായിട്ട് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു ഔട്ട്സൈഡ് നിന്ന് ചെയ്യുന്ന പോലെ അല്ല, ഒരു അപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിന്ന് സംഭവം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്പേസിന്റെ ഇഷ്യൂസ് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. അത് പക്ഷേ രസമാണ് ചെയ്യാൻ, കുറച്ച് പണിയാണ് പക്ഷേ രസമാണ് ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ അതുപോലെ ഈ സ്റ്റേജ് ഷോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് എനർജി വേണമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ അണച്ചു പോയിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഷോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? യൂഷ്വലി ഈ അറ്റൻഷൻ ആവാറുണ്ടോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ? മനുഷ്യനല്ലേ, അത് കിതയ്ക്കും, ചിലപ്പം ശ്വാസം കിട്ടാണ്ട് ചിലപ്പം ഒരു വാക്ക് വിഴുങ്ങിപ്പോവും, ചിലപ്പോൾ ചുമയ്ക്കും. അതൊക്കെ നോർമലായിട്ടുള്ള കാര്യം. നമ്മളെന്തോ അമാനുഷിക ശക്തിയാണെന്ന് വിചാരിക്കുകയാണ്, നമ്മൾ മനുഷ്യന്മാരാന്ന് വിചാരിച്ചെങ്കിൽ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ ടെൻഷനൊന്നും ആവാറില്ല. ഞാൻ വീണിട്ടൊക്കെ ഉണ്ട്, സ്റ്റേജിൽ കളിക്കുന്നതിനിടയ്ക്ക്, ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് ചിലപ്പം പുറകോട്ട് വീഴും. ഏത് പ്രോഗ്രാമിലായിരുന്നു? ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം കൂട്ടിയിടിക്കും, ഇത്രയും പേര് സ്റ്റേജിൽ കൂട്ടിയിടിക്കും, ഒരാളെ കൂടി മാറിപ്പോവും, മൈക്ക് ചിലപ്പം പറഞ്ഞ ലിറിക്സ് മറന്നു പോകുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം അതിനിടയ്ക്കുള്ള വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. കാരണം 1.5 മണിക്കൂർ ഈ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ഒന്നും വിഷയമല്ല. ആ സമയത്ത് നമ്മുടെ ഓഡിയൻസ് പറയുന്നത് അവർ ഫുൾ ഓൺ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പറഞ്ഞ ഇടയ്ക്ക് ഒരു വാക്ക് വിഴുങ്ങി പോയാൽ അവർക്ക് അവരും കൂടെ പാടിക്കൊണ്ടിരിക്കുക, അവർ അറിയത്തോലൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവർ സന്തോഷമായിട്ടിരിക്കുമെന്ന്, പിന്നെ അത് റെക്കോർഡ് ചെയ്ത് പുറത്തൊരാൾ കാണുമ്പം അയാൾക്കെന്ത് തോന്നുന്നൊന്നും എനിക്കിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലുള്ള ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാനാണ്. അത് മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് അത് പോകുന്നുണ്ട്. അതുപോലെ ഗൗരിയുടെ ഭക്തി ഗാനങ്ങളൊക്കെ അത് ലിസൺ ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ്. മാധവ മാമ അതൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. അതൊന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? മാധവ മാമവ ദേവാ, മാധവ മാമവ ദേവാ, കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവാ, കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവാ.
ആ, അടിപൊളി. എങ്ങനെയാണ് ഈ പറഞ്ഞ ഡിവോഷണൽ സോങ്സിലോട്ട് എത്തിയത്? ഞാൻ 3 വയസ്സ് മുതൽ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ഒരാളാണ്. കുറച്ചാളെ ഹിന്ദുസ്ഥാനിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചതെല്ലാം ഇങ്ങനെയുള്ള പാട്ടുകളാണ്. അപ്പം അതിൽ ഭയങ്കര പ്രിയപ്പെട്ട സാധനങ്ങൾ എടുത്തിട്ട് നമ്മുടെ വേർഷൻസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഗൗരിയുടെ ഡിവോഷണൽ സോങ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ആ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പോലെ ഡിവോഷണൽ സോങ്സിന് തന്നെ ഒരു കൈൻഡ് ഓഫ് വസ്ത്രധാരണം വേണമെന്ന് ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. അതായത് ഡിവോഷണൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന പോലെ ഡ്രസ്സ് ചെയ്യണം, ഭയങ്കര ദൈവികമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എന്താണ് ബന്ധം? ദൈവികം എന്താന്നുള്ളത് തന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. ദൈവം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ദൈവം തന്നെയാണ് നിക്കർ ഉണ്ടാക്കിയതും സാരി ഉണ്ടാക്കിയതും. അപ്പം സാരി എടുത്താലേ ദൈവികമാവുള്ളൂ, നിക്കറിട്ടാ ദൈവികമാവില്ലെന്ന് പറയുന്ന അത് ആളുകളുടെ ചിന്താഗതിയിൽ നിന്ന് മാത്രം വരുന്ന സാധനമാണ്. ഭക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവോഷൻ എന്ന് പറയുന്നതാണെങ്കിലും ഡിവോഷൻ ഇസ് ബേസിക്കലി പാഷൻ ഫോർ മീ. നമ്മൾ പെർട്ടിക്കുലർ സാധനത്ത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ദൈവമായിട്ട് കണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അപ്പം അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അത് വേറൊരാൾക്കത് കണ്ടിട്ട് അയാൾക്കത് ശരിയല്ല എന്ന് തോന്നുമെങ്കിൽ അത് അയാളുടെ ഇറ്റ്സ് അബൌട്ട് ഹിസ് ഭക്തി അല്ലെങ്കിൽ ഹെർ ഭക്തി. അയാളുടെ ഭക്തിയും അയാളുടെ ഡിവോഷനും വേറെന്തോ ഒരു സാധനമാണ്. അത് അയാളുടെ കൂടെ വെക്കേണ്ട സാധനമാണ്. അത് വേറൊരാൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല. ഇപ്പം നമ്മൾ പറയും പണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണിസവും ഹിന്ദുസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ചാത്തനെയും നീലിനെയും ഒക്കെ ആരാധിച്ചിരുന്ന കള്ളും ഉണക്കമീനും ഒക്കെ കഴിക്കാൻ കൊടുത്തിരുന്ന ആളുകളാണ് നമ്മൾ. അപ്പം അന്ന് അതായിരുന്നു ദൈവികം. പിന്നെ അപ്പം ആർക്കും അതിനെക്കുറിച്ചൊരു കുഴപ്പമില്ല. പിന്നെ ഈ വേറെ കൾച്ചേഴ്സ് വന്നു, വേറെ ആളുകളൊക്കെ വന്ന് മിക്സായി. ഇപ്പം അമ്പലങ്ങളും ഇതും ദൈവം എന്നൊക്കെ പറഞ്ഞാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന, കുളിച്ച് ശുദ്ധമായിട്ട് വരുന്ന, ഇതൊന്നും പാടില്ലാത്ത ദൈവങ്ങളാണ് ഇപ്പം അമ്പലത്തിരിക്കുന്നത്. അപ്പം ഇത് ആളുകൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള സാധനം. അപ്പോൾ അത്രയും ചിന്തിക്കാൻ ബോധമില്ലാത്ത ആളുകളാണ് വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് അവരുടെ ബോധമില്ലായ്മയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതെ, ഒരാളുടെ ഔട്ട്ഫിറ്റ് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഒന്നും വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഔട്ട്ഫിറ്റ് മാത്രമല്ല, ഒരാളുടെ ഒന്നിനെയും വെച്ച് ഞാൻ അയാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അയാളുടെ ബാക്ക് സ്റ്റോറി എന്താണ്, അയാൾ എവിടെ നിന്നാണ് വരുന്നത്, അയാളെങ്ങനെയാണ് വളർന്നത്, അയാൾ എന്ത് കണ്ടു, എന്ത് കേട്ടു, എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അയാൾ തലയ്ക്കകത്ത് നിന്ന് നടക്കുന്നത് അയാൾക്ക് പോലും അറിയണ്ടാവില്ല ചിലപ്പോൾ. അപ്പം ആരെയും നമ്മളൊന്നും വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു ഗിവ് ഇറ്റ് സം ടൈം. വി ക്യാൻ ഡിസൈഡ് വാട്ട് ടു ഡു അബൌട്ട് ഇറ്റ്. അയാളുടെ അടുത്ത് പോകണോ അയാളുടെ ദൂരെ നിൽക്കണോ എന്നൊക്കെയുള്ള നമ്മുടെ ഡിസിഷനാണ്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ആ ആൾ മോശമാണോ അല്ലയോ എന്ന് പറയാനുള്ളൊരു റൈറ്റ് ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൗരീനെ പറ്റിയിട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം എന്തായിരിക്കും ആളുകൾ? എനിക്കറിയില്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ പറയുന്ന കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടിട്ടുണ്ടേ, ഞാൻ എപ്പോഴാണ് അത് ചെയ്തത്, നമ്മൾ പോലും അറിയാത്ത റൂമേഴ്സ് നമ്മളെ പറ്റിയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അല്ല, ജനറലി എനിക്ക് തോന്നുന്നു ഞാൻ പേർപ്പസ്ഫുള്ളി ആളുകളെ ട്രിഗർ ചെയ്യുന്ന ഒരാളാന്നൊരു ചിന്താഗതി ജനറലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ രീതിക്ക് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകണു, എൻ്റെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോകണം എന്നുള്ള അല്ലാണ്ട് അങ്ങനെ എന്തെങ്കിൽ പിന്നെ ഇവരെ ഞാൻ അങ്ങോട്ട് മലത്തിയേക്കാന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാറ് അങ്ങനെയൊന്നുമില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണോ? ഇല്ല, സമാധാനം വലിയ ടോപ്പിക്കാണ്. പക്ഷേ ദേഷ്യമൊക്കെ ഭയങ്കര കുറവാണ്. ഭയങ്കര വിഷമം വരുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. പെട്ടെന്ന് ദേഷ്യം അങ്ങനെ വരാറില്ല. പെട്ടെന്ന് ഇമോഷണലി പെട്ടെന്ന് വിഷമം വരും. വീക്ക് ബോൾഡ് സ്ട്രോങ് എന്നൊക്കെ പറയും നമ്മൾ ഉണ്ടാക്കി വെച്ച ടാഗ് ലൈൻസ് അല്ലേ. താൻ ഭയങ്കര ബോൾഡാണല്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് വാട്ട് ഇസ് ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോബോട്ട് പോലെ ഇരിക്കുന്നതാണോ? ദേഷ്യം കുറവാണ്, ദേഷ്യം വളരെ കുറവാണ്. വിഷമം നന്നായിട്ട് വരുന്ന ആളാണ്, സന്തോഷം ഭയങ്കരമായിട്ട് വരുന്ന ആളാണ്, എക്സൈറ്റ്മെൻറ്റ് വരുന്ന ആളാണ്, എല്ലാ ഇമോഷൻസും ഉള്ള ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പൊട്ടിത്തെറിക്കുക, റൂഡായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, അധികം പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ആളുകൾ അവരുടെ ഒരു കൺട്രോൾ പോയി ദേഷ്യപ്പെടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. ഇല്ല, ദേഷ്യപ്പെടുന്നതിനേക്കാളും യൂഷ്വലി ചെയ്യുക കറക്റ്റ് അയാൾ പറഞ്ഞ് നമ്മൾ ആ റിലേഷൻഷിപ്പ് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള സമാധാനപരമായിട്ട് പറഞ്ഞ് സോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ദേഷ്യപ്പെടാറില്ല. ഇല്ല. ഇപ്പം അതുപോലെ മൂഡ് സ്വിങ്സ് ഇതൊക്കെ അതാണ്, ഇത് കുറേ വാക്കുകളുണ്ട്. അപ്പം മൂഡ് സ്വിങ്സ് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ എല്ലാ മനുഷ്യന്മാർക്കും ഇല്ലേ മൂഡ് സ്വിങ്സ്. മൂഡ് സ്വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂഡിൽ നിന്ന് അടുത്ത മൂഡിലേക്ക് പോകുന്നതാണ് മൂഡ് സ്വിങ്. എല്ലാ മനുഷ്യന്മാരും എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന മൂഡിൽ തന്നെയാണ് രാത്രി ഇരിക്കുന്നത്, അല്ലല്ലോ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് പെട്ടെന്ന് മാറും, ചിലർക്ക് പതുക്കെ മാറുള്ളൂ. അയാളുടെ അവസ്ഥ അനുസരിച്ചിട്ട്, അയാളുടെ ഹോർമോണൽസ് ഇതനുസരിച്ചിട്ട്, അയാളുടെ അന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് ഫേസിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂടും കുറയും. അത് മനുഷ്യനായാലും ഇമോഷൻ മാറില്ല. അല്ലെങ്കിൽ പിന്നെ അതിനെ AI എന്ന് വല്ലതും വിളിച്ചൂടെ, എല്ലാം എങ്ങനെ ഇരിക്കുന്നത്.
മനുഷ്യന്മാരായാലും മൂടൊക്കെ മാറും. ഈ നമ്മൾ ഈ പറയുന്ന പോലെ മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതുകൊണ്ട് പറയാം, റീസെൻ്റ്ലി ഇപ്പോൾ നമുക്ക് ഭയങ്കര എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഇപ്പോൾ കുറച്ച് വൃത്തിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ എല്ലാവരും പറയും എനിക്ക് OCD ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും യൂഷ്വലി അവർക്ക് OCD ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്ന പോലെ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ OCD എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. ശരിക്കും സഫർ ചെയ്യുന്ന ആളാണ് OCD. ശരിക്കും OCD ഉള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര സഫർ ചെയ്യുന്ന ആൾ. നമ്മളിപ്പോൾ നമ്മുടെ ദേഹത്തൊരു കുരു വന്നിട്ട് ഇത് ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് ക്യാൻസർ എന്ന് പറയും. നമ്മൾ ഒരിക്കലും ഒക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള സാധനം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സീരിയസ്നെസ്സോ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയോ ഒന്നും അറിയാൻ വയ്യായ്മയിൽ എന്നാൽ ചുമ്മാ നമ്മൾ ഈ വാക്കെടുത്തിട്ട് ഇങ്ങനെ അറിയാം അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതറിവില്ലായ്മയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ OCD എന്നൊരു സാധനം ഉണ്ട് എന്ന ആൾക്ക് മനസ്സിലാവുണ്ടല്ലോ. അപ്പം അത് ഗ്രാജുവലി നമ്മൾ അതിൻ്റെ നമ്മൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ഒക്കെ അത് അവയർനെസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം അവരുടെ ഒരു വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർ പറയും എനിക്ക് ഇത്തിരി OCD ഉള്ളതാണേ. അപ്പം എനിക്ക് തോന്നുന്ന ആളുകൾ ഈ വൃത്തിനെ കൊണ്ട് മാത്രമാണ് വാക്കുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വൃത്തിയുള്ളത് OCD എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് എല്ലാ OCD ഉള്ളവർക്കും ഈ സെയിം രീതി ആയിരിക്കില്ലല്ലോ അവരുടെ. അപ്പം ഒരു ഡിസോർഡർ ആണെന്നും അതൊരു വെറുതെ ഒരാളുടെ സ്വഭാവമല്ല ഒരു ഡിസോർഡർ എന്ന് പറയുന്നത്. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തൊട്ട് അയാളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാക്കുന്ന സാധനം ഡിസോർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അതിനങ്ങനെ പേര് ഡോക്ടർമാരുടെ വെച്ചിരിക്കുന്നത്. അപ്പം എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും വാരി വെതറി യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. എന്താണെങ്കിലും എല്ലാ വാക്കുകളും ഞാൻ പറഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാക്കുകൾ ഇങ്ങനെ എടുത്തിട്ട് ബൈപ്പോളറൊക്കെ വെറുതെ എടുത്തിട്ട് ആൾ ഉപയോഗിക്കും. മൂഡ് സ്വിങ്സ് പോലും ശരിക്കും അതാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ നമ്മൾ റെഗുലർ സംസാരത്തിൽ ഇപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് എല്ലാവരും ഉപയോഗിച്ച് ശരിക്കും എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മേ ബി നമ്മളിങ്ങനെ ഈ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ റിയലായിട്ട് ഡയഗ്നോസ് ചെയ്ത ഒരാൾ എനിക്ക് OCD ആന്ന് പറഞ്ഞാൽ പോലും അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ള രീതിയിൽ അല്ലേ ആ പ്രശ്നമുണ്ട്. യെസ്. ഇങ്ങനെയുള്ളവരായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ യൂഷ്വലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രൊഫഷണൽ ഹെൽപ്പ് ഫസ്റ്റ് അയാൾ പോയി എടുക്കുക, പിന്നെ നമ്മൾ അവെയർ ആവുക, ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അവെയർ ആവുക. ഇപ്പം മുന്നൊക്കെ ആണെങ്കിൽ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കും. ഇപ്പോൾ കുറച്ചുകൂടി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇപ്പം സോഷ്യൽ മീഡിയ എന്നുള്ള സാധനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് തന്നെ എല്ലാവരും ഫുൾ ടൈം ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല സാധനം എത്തിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആളുകൾ തലയിലോട്ട് കയറും. അപ്പോൾ അത് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക, അതിൻ്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതെ, ആ രീതിയിൽ നല്ലതായിട്ട് ഡീൽ ചെയ്യാണ്. പിന്നീട് ഇപ്പം ഗൗരിയുടെ നെക്സ്റ്റ് പ്ലാൻസ് ഇപ്പം നേരത്തെ ഓൾറെഡി പറഞ്ഞു എനിക്കങ്ങനെ പ്ലാനിങ് ഇല്ല, എന്നാലും ഒരു നെക്സ്റ്റ് ഒരു 6 monthsത്തേക്കൊക്കെ ഉള്ള പ്ലാൻസ് ഒന്നും ഇല്ല. അടുത്ത ഒരു മാസത്തേക്കുള്ള പരിപാടിയേ ഉള്ളൂ. നമ്മുടെ പാട്ടിൽ വരുന്നുണ്ട് ഈ ന്യൂ ഏജ് ഭക്തി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഇപ്പം ഓണാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പാട്ട് വരവീനയാണ്. അത് ഈ ഉടൻ തന്നെ ഉണ്ടാവും. അടുത്ത 1-2 ആഴ്ചയിൽ അത് റിലീസ് ഉണ്ടാവും. അതിൻ്റെ പുറകെ മൊത്തം അതൊരു 6 പാട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായി വർക്ക് ചെയ്ത് ഇറക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, യാത്രകൾ ചെയ്യാൻ ഭയങ്കര കുറവാണ്. വളരെ കുറവാണ്. അപ്പം ശരി, എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ടൈം എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, വീട്ടിലിരിക്കുക. എന്താണ് ആ കംഫർട്ട് ഭക്ഷണം? എന്താണ്? ഓരോ സമയത്ത് ഓരോന്നാണ്. എനിക്ക് രാവിലെ ദോശയും കടലയും കിട്ടിയാൽ ഞാൻ സന്തുഷ്ടയാണ്. അന്നത്തെ ദിവസം ഹാപ്പിയാണ്. ദോശങ്ങളും കിട്ടിയ ഹാപ്പിയാണ്. ദോശങ്ങളിലെയും ഉച്ചയ്ക്കാണെങ്കിൽ നമ്മുടെ ചോറും കറിയും ഒരു മുട്ടത്തോരനും ഒരു മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ അത്രയൊക്കെ മതി. പക്ഷേ ചില സമയത്ത് ഭയങ്കര വേറെ എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കും. ഇഷ്ടമുള്ള സാധനം അപ്പം കഴിച്ച് പോവുക, അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര വലിയ അങ്ങനെ ഇത് ഭയങ്കര ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല. ഞാൻ ഇന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര രസമുള്ള ഒരു പേഴ്സണായിട്ട് ഇൻട്രാക്ട് ചെയ്തു. കുറേ കാര്യം നമ്മൾ തന്നെ ഇങ്ങനെ കുറേ ചിന്തിക്കാൻ പറ്റുന്ന പോലെ, അതായത് ഒരു പ്ലാനിങ്ങും വേണ്ട, ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകും. എനിക്ക് മനസ്സിലായി, ഞാൻ കേട്ടതും കണ്ടതും പിന്നെ ഇരുന്ന് ആലോചിച്ചതും ഒക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളിവിടെ ഉള്ളത് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ വരുന്നു, നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും മാക്സിമം ആളുകൾ ഉപദ്രവിക്കാണ്ടിരിക്കാൻ നോക്കുക. ഉദ്രവിക്കാന്ന് ഉദ്ദേശിക്കണേ പോയിട്ട് പർപ്പസ്ഫുള്ളി ആരെയും ഒന്നും ചെയ്യാണ്ടിരിക്കുക. നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് മാക്സിമം എൻജോയ് ചെയ്ത് സുഖമായിട്ട് ഇരുന്നിട്ട് തിരിച്ചു പോവാം. അതെ, ഹാപ്പി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങണം. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൗരി, ഒരുപാട് സന്തോഷം. ഇത്രയും നേരം ഒരു നല്ലൊരു കോൺവെർസേഷൻ, ഒരു സമാധാനം ഉണ്ടായിരുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സോങ്ങിലൂടെ വൈൻഡപ്പ് ചെയ്താലോ? ഏത് സോങ് വേണം? ഏതാ പറഞ്ഞോളൂ. അജിതാഹരെ അത് കേട്ടുകൊണ്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.
പല ദിനമായി ഞാനും ബലഭദ്രനൂജ നിന്നെ നലമൊടു കാണുവതിന്നു കളിയല്ലേ രുചിക്കുന്നു കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല നീരദ വർണ്ണ മൃദുല കമല രുചിരനയന നൃഹരേ മൃദുല കമല രുചിരനയന നൃഹരേ अजित हरे जय माधव विष्णु अजमुख देवनाथ विजय सारथे साधु. താങ്ക് യു സോ Thank മച്ച്. you, thank you. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.